Hi everyone, welcome to Krish Talks. Calicut University third semester Readings on Indian Literatures സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്കോൺ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പോയംസിൻ്റെ ആയിരുന്നു, അതായത് കവിതകൾ, 5 കവിതകളായിരുന്നു ആ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉണ്ടായിരുന്നത്. ഈ 5 കവിതകളും നമ്മൾ നോട്ട്സ് സഹിതം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി ഫിക്ഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു സ്റ്റോറി, നല്ല സ്റ്റോറിയാണ് കേട്ടോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടിരിക്കുക മാത്രം ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഭാമ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ഇൻട്രോ ലൈൻസ് നോക്കാനുണ്ട്. അതിനുശേഷം ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കഥ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സിൻ്റെ പേര് ആദ്യമേ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇൻട്രോ ലൈൻസ് നമുക്ക് നോക്കാം. സ്കോൺ ഇസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം The Tamil story Ellakaram by Sarsa Rajagopal and Antara Dev Sen. അപ്പോൾ ഇവരുടെ ഒരു തമിഴ് സ്റ്റോറി ഉണ്ടായിരുന്നു, എല്ലാക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു സ്കോൺ എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഭാമ ഇൻ ദ സ്റ്റോറി അഡ്രസ്സസ് ദ സോഷ്യൽ ഇവിൽ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളിൽ നിലനിന്നിരുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. The story leaves a psychological imprint in the minds of the readers. Not only adult but children are also victims of the social malice. അതായത് അന്നത്തെ കാലത്തൊക്കെ വലിയവരിൽ മാത്രമല്ല ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് നിലനിന്നിട്ടുണ്ടായിരുന്നത്, കുട്ടികളിൽ പോലും അങ്ങനെ എല്ലാവരും, കുട്ടികളെ പോലും ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദ ലാർജ് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഹാപ്പൻസ് ഇൻസൈഡ് എ സ്കൂൾ. ഒരു സ്കൂളിൽ ആണ് ഈ ഒരു കഥ ഉടനീളം നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദ പോപ്പുലേഷൻ ഇൻസൈഡ് ദി ക്യാമ്പസ് ഇസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ദേ ലിവ് ഇൻ. അതായത് ഈ ഒരു പാഠഭാഗത്തിൽ ആ സ്ട്രീറ്റിലെ കുട്ടി, ഈ സ്ട്രീറ്റിലെ കുട്ടി, അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രീറ്റിൽ താഴ്ന്ന ജാതിക്കാരും മറു സ്ട്രീറ്റിൽ മേൽജാതിക്കാരും ആയിരിക്കാം താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചു, ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ലഞ്ച് ബോക്സ് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തെ സ്ട്രീറ്റിലുള്ള കുട്ടികൾ ഇഷ്യൂ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ 2 സ്ട്രീറ്റിൽ താമസിക്കുന്ന ആൾക്കാർ, ആ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ 2 സ്ട്രീറ്റിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം പറയുന്നത്. She portrayed the discrimination and casteism existing in Indian society. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷനാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലോ. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. വല്ല ഷോർട്ട് എസ്സേയോ ഒക്കെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഈവൻ 2 മാർക്കിൽ വരെ നമുക്ക് ഫസ്റ്റ് ലൈനായിട്ട് ആ റെഡ് ലൈനൊക്കെ നിങ്ങൾ കൊടുത്തിട്ട് ആൻസറിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതിലെ ക്യാരക്ടേഴ്സ് നോക്കാം. ചിന്നപ്പൊണ്ണ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ. ആ കുട്ടി മൂലമാണ് ഇവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. സോ ചിന്നപ്പൊണ്ണാണ് സെൻട്രൽ ക്യാരക്ടർ. ദെൻ പരിപൂർണം എന്നാണ് നമ്മുടെ ചിന്നപ്പൊണ്ണിൻ്റെ അമ്മയുടെ പേര്. ഓക്കെ, ഇവർ 2 പേരുമാണ് തുടക്കത്തിലേ തൊട്ട് കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ. പിന്നെ നമ്മുടെ ചിന്നപ്പൊണ്ണിൻ്റെ ക്ലാസ്സിലത്തെ കുറച്ച് കുട്ടികളുടെ പേര് ഈ ഒരു പാഠഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ കൊടുത്തതാണ്. കിട്ടനമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ ജ്യോതിലക്ഷ്മി, മുനിയമ്മ, കോമളവല്ലി, കട്ടാരി, അരവിന്ദ്, ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് പിന്നീട് ഇവിടെ പേരുകളായിട്ട് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിന്നപ്പൊണ്ണിൻ്റെ അച്ഛനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ റോളുകളൊക്കെയാണ് അവർക്കുള്ളത്. മെയിനായിട്ട് ചിന്നപ്പൊണ്ണ് പരിപൂർണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി ടെക്സ്റ്റ് ബുക്കിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ചെറിയൊരു കഥ, അതാണ് ഞാൻ പിന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞു തരണത് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഐ വോണ്ട് ഗോ ടു സ്കൂൾ ടുഡേ മദർ. ഐ വിൽ കം ടു ഫോറസ്റ്റ് വിത്ത് യു. ചിന്നപ്പൊണ്ണ് വൈൻഡ്. ഐ വിൽ ഹിറ്റ് യു വിത്ത് എ സ്ലിപ്പർ ഷൗട്ടഡ് പരിപൂർണം. അപ്പം നമ്മുടെ തുടക്കത്തിൽ തന്നെ ചിന്നപ്പൊണ്ണ് പറയണം, അമ്മ ഞാൻ സ്കൂളിൽ പോകുന്നില്ല അമ്മ, ഞാൻ അമ്മയുടെ കൂടെ ഫോറസ്റ്റിലേക്ക് വന്നോളാം എന്ന് പറയാണ് ചിന്നപ്പൊണ്ണ്. അപ്പോൾ അമ്മ പറയുന്നത് എന്താ, ഞാൻ നിന്നെ ചെരുപ്പ് ഊരി അടിക്കും, നീ എന്തിങ്ങനെയൊക്കെ പറയണേ എന്ന് അമ്മ ചോദിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ ഫോറസ്റ്റിലേക്ക് അമ്മയുടെ കൂടെ വന്നോളാം എന്ന് ഇവിടെ പറയണതിൻ്റെ കാരണം ഇവരൊക്കെ കുറച്ച് താഴ്ന്ന കാസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഫോറസ്റ്റിൽ പോയിട്ടൊക്കെയാണ് സാധനങ്ങൾ ശേഖരിക്കുകയും മേ ബി പണിയെടുക്കുന്നതൊക്കെ അവിടെ ഫോറസ്റ്റിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഫോറസ്റ്റിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, വൈ വോണ്ട് യു ഗോ ടു സ്കൂൾ, വാട്ട് വുഡ് യു ഡു ഇൻ ദ ഫോറസ്റ്റ്? അല്ല നീ എന്താ സ്കൂളിൽ പോവാത്തത്? നിനക്കിപ്പോൾ കാട്ടിൽ വന്നിട്ട് നിനക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഓൾ യു ക്യാൻ ഡു ഇസ് ടോക്ക്. ഷീ ഫെൽ സൈലന്റ് ആൻഡ് ദെൻ റിപ്പീറ്റഡ് ദ സെയിം തിങ് ഓവർ അഗെയിൻ. ദിസ് ടൈം ചിന്നപ്പൊണ്ണ് ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അതായത് അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ കാട്ടിൽ വന്നിട്ട് നിനക്ക് അവിടെ എന്താ ചെയ്യാനുള്ള, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനോ? അപ്പോൾ നമ്മുടെ ചിന്നപ്പൊണ്ണാണെങ്കിൽ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇതേ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, അമ്മയുടെ കൂടെ ഫോറസ്റ്റിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിന്നപ്പൊണ്ണ് പറയേണ്ടത് ഈ ഒരു സമയം, ദിസ് ടൈം, ഈ വട്ടം കൂടി മാത്രം എന്ന് പറഞ്ഞിട്ട് കരയാണ് ചെയ്യുന്നത്. വൈ വോണ്ട് യു ഗോ? അപ്പം നീ എന്താ സ്കൂളിൽ പോവാത്തതിൻ്റെ കാരണം പറയേ. ഡിഡ് ദ ടീച്ചർ ബീറ്റ് യു? നിന്നെ ടീച്ചർ അടിച്ചോ? ഡിഡ് അതർ ചിൽഡ്രൻ ഹരാസ് യു? Tell me, my girl, I'm getting late. If I get there late, they won't allow me to work. അപ്പോൾ കണ്ടോ, വർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം അമ്മ ചോദിക്കുകയാണ്, എന്താ നീ സ്കൂളിൽ പോവാത്തേ? ടീച്ചർ നിന്നെ തല്ലിയോ? അത് മറ്റുള്ള കുട്ടികൾ നിന്നെ കളിയാക്കിയോ? എന്താ പറയൂ എൻ്റെ മോളെ, എനിക്കിതേ പോവാൻ ലേറ്റ് ആവാം. ഞാൻ എങ്ങാനും അവിടെ ലേറ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ അവരെന്നെ വർക്കിന് കേട്ടില്ല. അപ്പോൾ ദിവസക്കൂലിക്ക് എങ്ങാനും പണിയെടുക്കാൻ പോകുന്നതായിരിക്കാം. I don't want to go to study. I will look after the house. I won't go. I'm scared. I don't want to go, cried her daughter. അപ്പോൾ ചിന്നപ്പൊണ്ണ് പറയാണ്, അമ്മ എനിക്ക് പഠിക്കാനേ ആഗ്രഹമില്ല, ഞാൻ ഈ വീടൊക്കെ നോക്കി ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് ഈ സ്കൂളിൽ പോകണ്ട, എനിക്ക് പേടിയാണ്, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് ചിന്നപ്പൊണ്ണ് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ലിസൺ, ഐ ആം എഡ്യൂക്കേറ്റിംഗ് മൈ ചിൽഡ്രൻ വിത്ത് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി. സം ഡേയ്സ് ഐ ഈറ്റ്, സം ഡേയ്സ് ഐ ഡോണ്ട് ബി ഡിഫിക്കൽട്ട്, ഗോ ടു സ്കൂൾ. അപ്പം അമ്മ പറയാണ്, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് എല്ലാം മുറുകെ പണിയെടുത്തിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്. ചില ദിവസം ഞാൻ ഭക്ഷണം കഴിക്കും, ചില ദിവസം പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. അപ്പോൾ നീ ഒന്നും വിചാരിക്കേണ്ട, സ്കൂളിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട, നീ സ്കൂളിൽ പോകണം എന്ന് പറയാണ്. ഇഫ് യുവർ ഫാദർ കംസ് ഹോം നൗ ഹി വിൽ സ്കിൻ യു അലൈവ്. യെസ്, റിമെമ്പർ, ത്രട്ടൻഡ് പരിപൂർണം. അപ്പോൾ അമ്മ പറയാണ്, ഇതെങ്ങാനിപ്പോൾ നിൻ്റെ അച്ഛൻ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിനക്ക് നല്ല അടി കിട്ടും, നിന്നെ തൊലിയായിരിക്കും ഇവിടെ വെച്ചിട്ട്. അപ്പോൾ പേടിപ്പിക്കുകയാണ് അമ്മ മോളെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. ചിന്നപ്പൊണ്ണ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, ബട്ട് ഷി വാസ് ഡിറ്റർമൈൻഡ് നോട്ട് ടു ഗോ ടു സ്കൂൾ. Please mother, just today, she begged. I don't want to go. I will go from tomorrow. Please don't tell father. അപ്പോൾ ചിന്നപ്പൊണ്ണ് പറയാണ്, അമ്മ ഈ ഒരു വട്ടം കൂടി മാത്രം പ്ലീസ്, ഞാൻ ഇന്ന് പോകുന്നില്ല സ്കൂളിൽ, അച്ഛനോട് പറയില്ല, ഞാൻ നാളെ തൊട്ട് എന്തായാലും പോകണം, ഞാൻ ഇന്ന് പോകണില്ല, ഞാൻ ഇന്ന് തീരുമാനിച്ച പോലെ ചിന്നപ്പൊണ്ണ് പറയാണ് ചെയ്യുന്നത്. You have been going to school regularly all these days. What's happened today? If you study, you will have a good future. Otherwise, you will suffer like a dog. അപ്പോൾ അമ്മ പറയാണ്, ഇത്ര ദിവസം നീ മര്യാദയ്ക്കല്ലേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഇന്ന് എന്താ പെട്ടെന്ന് പറ്റിയത്? നീ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ പട്ടീനെ പോലെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്ന അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. കം, ടേക്ക് ദിസ് റുപ്പി, ബൈ യുവർ സെൽഫ് സംതിങ് ടു ഈറ്റ്. നൗ പിക്ക് അപ്പ് യുവർ ബാഗ്. പരിപൂർണം വൈപ്പ് ദ ടിയേഴ്സ് ഫ്രം ഹെർ ഡോട്ടേഴ്സ് ഫേസ്. അപ്പോൾ പരിപൂർണം പറയുന്ന, ഈ പൈസ നീ കയ്യിൽ വെച്ചോ, ഒരു ചില്ലറ പൈസ കൊടുക്കുകയാണ്. ചില്ലറ പൈസ കൊടുത്തിട്ട് പറയാം, നീ എന്തെങ്കിലും തിന്നാനെങ്ങാനും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ, എന്നിട്ട് ബാഗ് എടുത്തേ വാ പോവാം എന്ന് അമ്മ പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ മകളുടെ ഫേസിലത്തെ ഈ കണ്ണീരൊക്കെ തുടച്ച് കൊടുത്തിട്ട് വാ, എൻ്റെ മോള് വാ സ്കൂളിൽ പോവാം എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കി. ഐ ഡോണ്ട് വാണ്ട് മണി, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചിന്നപ്പൊണ്ണ് ത്രൂ ഡൗൺ ദ കോയിൻ ആൻഡ് ക്രൈഡ്. ചിന്നപ്പൊണ്ണ് എന്താ ചെയ്തത്, എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ പൈസയൊക്കെ വലിച്ചെറിഞ്ഞ് കുട്ടി കരയാണ് ചെയ്യുന്നത്. പരിപൂർണം സോ കിട്ടനമ്മാൾ walking towards the school and called out to her, hey girl, take my daughter with you to school. The dead dog, she's not listening to me. അപ്പം അമ്മ പറയാണ്, അപ്പോൾ ആ ഒരു സമയത്ത് കിട്ടനമ്മാൾ എന്ന് പറഞ്ഞൊരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് പറയാണ്, ഹേ ഗേൾ, ദേ മോളെ ഒന്ന് വന്നേ, എൻ്റെ മോളെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയി, അവൾ എത്ര പറഞ്ഞിട്ടും സ്കൂളിൽ പോകാനായിട്ട് അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, അപ്പോൾ ഒന്ന് മോളൊന്ന് കൊണ്ടുപോയേ എന്ന് പറയാം. അപ്പോൾ കിട്ടനമ്മാൾ പറഞ്ഞ കാര്യം എന്താ, ആൻറ്റി ടെമ്പിൾ സ്ട്രീറ്റിലത്തെ പിള്ളേരുണ്ടല്ലോ, ഇന്നലെ നമ്മുടെ ചിന്നപ്പൊണ്ണു ആൻറ്റിയുടെ മോളെ തല്ലി, അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾ ചിലപ്പോൾ സ്കൂളിലേക്ക് വരാത്തേന്ന് കിട്ടനമ്മാൾ പറയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഓ ഈസ് ദാറ്റ് സോ, ഷി ഹാസൻ സെഡ് എ തിങ് അബൌട്ട് ഇറ്റ്. എങ്ങനെയൊക്കെ ഉണ്ടായോ, അവൾ എൻ്റെ അടുത്ത് കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. Yesterday, she hadn't taken her plate along for her midday meal. She asked Jyodhilakshmi, the girl from other street, for her lunch box to eat out of. That's what happened.
അപ്പം അമ്മയുടെ അടുത്ത് പറയാണ്, നമ്മൾ കിട്ടനമ്മാൾ പറയാണ്, ഇന്നലെ നമ്മുടെ ചിന്ന പൊണ്ണ് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്ന്ന കാസ്റ്റിൽ പെടുന്ന ആൾക്കാർക്കൊക്കെ അവിടെ നിന്നേ തന്നെ ഫുഡ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്ലേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുഡ് കൊടുക്കും. ബാക്കിയുള്ള ഉയർന്ന കാസ്റ്റിൽ പെടുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് അവരുടേതായിട്ടുള്ള നല്ല ഫുഡ് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ ചിന്ന പൊണ്ണ് വീട്ടിൽ നിന്ന് പ്ലേറ്റ് കൊണ്ടുപോകാൻ മറന്നു. അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കാൻ പാത്രമില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഇവരുടെ കാസ്റ്റിലുള്ള എല്ലാവരും പ്ലേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന് കഴിക്കുക. അപ്പോൾ എല്ലാവരുടെ പ്ലേറ്റും ബിസിയാണ്. അപ്പോൾ ഈ അപ്പർ കാസ്റ്റിലുള്ളവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അവർ വീട്ടിൽ നിന്ന് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിന്നപ്പൊണ്ണ് എന്ത് ചെയ്തു, ജ്യോതിലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട്, അപ്പുറത്തെ സ്ട്രീറ്റിലുള്ളതാ, ദാറ്റ് മീൻസ് അപ്പർ കാസ്റ്റ് കേട്ടോ. അപ്പോൾ ആ ജ്യോതിലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് പാത്രം ചോദിച്ചു. അതാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയാണ്, ഡിഡ് യു ആസ്ക് ഫോർ ദി ലഞ്ച് ബോക്സ്? പരിപൂർണം ആസ്ക്ഡ് ഹെർ ഡോട്ടർ. അപ്പോൾ പരിപൂർണം നമ്മുടെ ചിന്നപ്പൊണ്ണിൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പോൾ നീ പോയിട്ട് ആ കുട്ടിയുടെ അടുത്ത് ലഞ്ച് ബോക്സ് ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്നപ്പൊണ്ണ് എന്താ മറുപടി പറയുന്നത്, യെസ് ബട്ട് ഷീ സെഡ് ഷീ വുഡ്ന്റ് ഗീവ് ഇറ്റ്, ദെൻ മുനിയമ്മ ആൻഡ് ഐ ഏറ്റ് ടുഗെദർ ഫ്രം വൺ പ്ലേറ്റ്. അപ്പോൾ ചിന്നപ്പൊണ്ണ് പറഞ്ഞു, ആ അമ്മ ഞാൻ ജ്യോതിലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചിരുന്നു ലഞ്ച് ബോക്സ്, പക്ഷെ അവൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുനിയമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചേ എന്ന് പറയാണ്. അപ്പോൾ വൈ ഡിഡ് ദേ ബീറ്റ് യു ഫോർ ദിസ്? പരിപൂർണം കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതിനെന്തിനിപ്പോൾ നിന്നെ തല്ലിയത്? നീ ഇങ്ങനെ ചോദിച്ചു, ആ കുട്ടി കൊടുത്തില്ല, നീ അപ്പോൾ അതുകൊണ്ട് മുനിയമ്മയുടെ പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അതിനിപ്പോൾ നിന്നെ തല്ലാൻ മാത്രം ഇവിടെ എന്തുണ്ടായി എന്നുള്ളത് അമ്മ ചോദിക്കണം. നമുക്ക് ഇതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ കിട്ടനമ്മാൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. നോ ആൻറ്റി, ഷീ വെൻറ്റ് ആൻഡ് ആസ്ക്ഡ് ഫോർ ദി ലഞ്ച് ബോക്സ് ഫ്രം ദ ചിൽഡ്രൻ ഓഫ് ദി അതർ സ്ട്രീറ്റ്. കിട്ടനമ്മാൾ സെഡ് വിത്ത് എംഫസിസ്. അപ്പോൾ ഒന്നും കൂടി ഊന്നി പറയാണ് ചെയ്യുന്നത്, ആൻറ്റി അതല്ല, അപ്പുറത്തെ സ്ട്രീറ്റിൽ പഠിക്കുന്ന അപ്പുറത്തെ സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികളുടെ അടുത്ത് പോയിട്ടാണ് ഈ ലഞ്ച് ബോക്സ് ചോദിച്ചത്, അതാണ് പ്രശ്നം എന്ന്. So why did you ask them? There are so many children from our street in your school. Why did you ask the children of other street and not our own? അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ മറ്റുള്ള സ്ട്രീറ്റിലെ കുട്ടികളുടെ അടുത്ത് പോയിട്ട് ലഞ്ച് ബോക്സ് ചോദിക്കുന്നത്? നിന്റെ സ്ട്രീറ്റിലത്തെ എത്രയോ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, അവരോട് പോയിട്ട് ലഞ്ച് ബോക്സ് ചോദിക്കായിരുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുകയാണ്. The children from other street bring their meals from home in lunch boxes. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള സ്ട്രീറ്റിൽ ഉയർന്ന സ്ട്രീറ്റിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ തന്നെ ലഞ്ച് ബോക്സിൽ ആക്കിയിട്ട് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുക. ജ്യോതിലക്ഷ്മി ഹാഡ് ഫിനിഷ്ഡ് ഈറ്റിംഗ് ഹെർ ലഞ്ച് ബോക്സ് വാസ് empty, so I asked to borrow it. അപ്പോൾ നമ്മുടെ ചിന്നപ്പൊണ്ണ് പറയാണ്, ജ്യോതിലക്ഷ്മിയുടെ ആണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അവൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ട് അവളുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അവളുടെ ചോറും പാത്രം കാലിയായിട്ട് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് ലഞ്ച് ബോക്സ് തരുമോ എന്ന് ചോദിച്ചു. Explained ചിന്നപ്പൊണ്ണ്. പരിപൂർണം was no longer angry with her daughter. In school, children always give and take things from each other, and they have beaten her for this. പരിപൂർണം muttered to herself. അപ്പോൾ പരിപൂർണം സ്വയം പിറുപിറുക്കാണ് ചെയ്യുന്നത്. സ്കൂളാവുമ്പോൾ പിന്നെ അപ്പുറത്തുനിന്ന് പിള്ളേരെ നിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉപയോഗിച്ചെന്നിരിക്കും, അതിനിപ്പോൾ തല്ലാൻ മാത്രം എന്താണല്ലേ എന്ന് പരിപൂർണം ഒറ്റയ്ക്ക് പിറുപിറുക്കാണ് ചെയ്യുന്നത്. Anyway, when the children from that street beat you, you should have told your teacher. അപ്പം അമ്മ പറയാണ്, എന്തായാലും നിന്നെ ആ കുട്ടി തല്ലി, അപ്പം നീ അത് ടീച്ചറോട് പറയല്ലേ വേണ്ടേ എന്ന് ചോദിക്കും. They did, and the teacher beat ചിന്നപ്പൊണ്ണു again, said കിട്ടനമ്മാൾ. അപ്പോൾ കിട്ടനമ്മാൾ പറയണം, ആൻറ്റി ഞങ്ങൾ പറഞ്ഞു, ടീച്ചർ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ടീച്ചർ അടിച്ചു എന്ന്. ടീച്ചർ ഈ ഇഷ്യൂവിൻ്റെ പേരിൽ ചിന്നപ്പൊണ്ണിന് അടി കൊടുത്തു എന്നാണ് പറയണേ. അതിന് ടീച്ചർ ചോദിച്ച കാര്യം എന്താ, why did you ask the kids from our street? The teacher said. ടീച്ചർ പറഞ്ഞത് ഇതാ, എന്തിനാ നീ ഞങ്ങളുടെ സ്ട്രീറ്റിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് ചോറും പാത്രം ചോദിക്കാൻ നിന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ടീച്ചറും ആ ഒരു കാസ്റ്റിൽ ഉൾപ്പെടുന്ന ആളായിരിക്കണം. യു ഷുഡ് ഹാവ് ആസ് ദ കിഡ്സ് ഫ്രം യുവർ സ്ട്രീറ്റ്. അപ്പോൾ അവിടെ അവർ യുവർ എന്നൊക്കെ അങ്ങോട്ട് വേർതിരിച്ച് പറയാണ്, ഒരു ടീച്ചറാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പരിപൂർണത്തിന് ആകെ അതിശയവും ദേഷ്യവും ഒക്കെ കൂടി വന്നു. വാട്ട് ആർ ദി ടീച്ചിങ് ദി ചിൽഡ്രൻ? ഈ ടീച്ചേഴ്സൊക്കെ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്? സ്കൂൾ ടീച്ചേഴ്സ് ടോക്കിംഗ് അബൌട്ട് കാസ്റ്റ്. സ്കൂളിലെ ടീച്ചേഴ്സാണ് ഈ കാസ്റ്റിനെ പറ്റിയിട്ട് വർത്താനം പറയാൻ നിൽക്കുന്നത്. വാട്ട് വിൽ ദ വേൾഡ് കം ടു? ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകത്ത് എങ്ങോട്ടാ പോകുന്നത്? ഷീ ടേൺ ടു ഹെർ ഡോട്ടർ. അപ്പം അങ്ങനെ അതും പറഞ്ഞ് പരിപൂർണം ചിന്നപ്പൊണ്ണുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. പിക്കപ്പ് യുവർ സ്കൂൾ ബാഗ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് വർക്ക് ടുഡേ. ഐ വിൽ ഗോ ടു ദ സ്കൂൾ ആൻഡ് മേക്ക് എൻക്വയറീസ്. അപ്പോൾ അമ്മ പറയാണ്, എടുത്തോ എൻ്റെ ബാഗ് എടുത്തോ, എത്ര വേഗം നമുക്ക് സ്കൂളിൽ പോകണം, എനിക്കിന്ന് പണിക്ക് പോയില്ലെങ്കിലും പ്രശ്നമില്ല,
സ്കൂളിൽ പോയിട്ട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ദേ ബീറ്റ് ഹർ സോ ബാഡ്ലി ദാറ്റ് ഷീ റെഫ്യൂസസ് ടു ഗോ ടു സ്കൂൾ ആൻഡ് ഷീ ഡ്രാഗ്ഡ് ഹർ ഡോട്ടർ ഓഫ് ടു സ്കൂൾ. അപ്പം ഇന്നലെ അത്രയും നല്ല അടി കിട്ടിയിട്ടുണ്ടായിരിക്കണം നമ്മുടെ ചിന്നപ്പൊണ്ണുവിന്. ടീച്ചറെ ഇന്നും കിട്ടി, ആ കുട്ടികളുടെ കയ്യിൽ നിന്നും കിട്ടി. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുട്ടി ഇന്ന് സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിന്നപ്പൊണ്ണിനെ വലിച്ചുകൊണ്ട് പരിപൂർണം സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പരിപൂർണം വെന്റ് അപ് ടു ക്ലാസ് 4. അപ്പം 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. വേർ ചിന്നപ്പൊണ്ണ് സ്റ്റഡീഡ്. ദ ചിൽഡ്രൻ ടോൾഡ് ഹെർ ദാറ്റ് ദ ടീച്ചർ വാസ് ഇൻ ദ ഓഫീസ് റൂം. അങ്ങനെ 4ാം ക്ലാസ്സിൽ നമ്മുടെ പരിപൂർണം ചെന്നു ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു, അവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞു ടീച്ചർ ഓഫീസ് റൂമിലുണ്ട് എന്ന് പറഞ്ഞു. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഷീ വാക്ക്ഡ് ക്വിക്ക്ലി ടു ദ ഓഫീസ്. അങ്ങനെ നമ്മുടെ പരിപൂർണം ഓഫീസിലേക്ക് വേഗത്തിൽ നടന്നു പോവാണ് ചെയ്യുന്നത്. ചിന്നപ്പൊണ്ണ് ഹാഡ് ടു റൺ ടു കീപ്പ് അപ്പ് വിത്ത് ഹെർ. ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ദ ടീച്ചേഴ്സ് വെർ ഓൾ ഇൻ ദ ഓഫീസ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഓഫീസിൽ. ടീച്ചറും ഹെഡ് മാസ്റ്ററും ഒക്കെ ഓഫീസിലിരിക്കുകയാണ്. പരിപൂർണം വാസ് വെരി ആംഗ്രി ബട്ട് ഷീ കൺട്രോൾഡ് ഹെർ സെൽഫ് ആൻഡ് സെഡ് സോഫ്റ്റ്ലി, സർ, children give and take things among themselves. For such a small thing, the kids of our street have beaten my daughter. Your street have beaten my daughter and she no longer want to come to school. പരിപൂർണത്തിന് അത്രയും ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ആ അമ്മ സംസാരിക്കുകയാണ്, സാർ, കുട്ടികളാവുമ്പോൾ പല സാധനങ്ങളും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഒരു ചെറിയ കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ട്രീറ്റിലുള്ള കുട്ടികൾ എൻ്റെ മോളെ അടിച്ചു, അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അവൾക്ക് സ്കൂളിൽ വരാനേ താല്പര്യമില്ല എന്നാണ് പറയണേന്ന് അമ്മ പറഞ്ഞു. The class 4 teacher glanced at ചിന്നപ്പൊണ്ണു and said something to the headmaster. അപ്പോൾ ഈ 4ാം ക്ലാസ്സിലെ ടീച്ചർ ചിന്നപ്പൊണ്ണിനെ ഇങ്ങനെ നോക്കിയിട്ട് ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെയാണ് സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുത്തു. The headmaster asked പരിപൂർണം, you have come all the way here for such a small matter? Anyway, your daughter is at fault. The donkey sleeps in the shelter of a wall and dreams of a mansion. അതായത് ഹെഡ് മാസ്റ്റർ പറയാണ്, ഇതിപ്പോൾ നന്നായത്, ഈ ഒരു ചെറിയ കാര്യത്തിനാണ് നീ ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കുന്നതെന്ന് പരിപൂർണത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്തായാലും നിന്റെ മോളുടെ ഭാഗത്താണ് തെറ്റ്. ഈ ഡോങ്കിയൊക്കെ ഒരു ഷെൽട്ടറിലും അവിടെയൊക്കെയാണ് കിടക്കേണ്ടത്, അല്ലാതെ ഈ വലിയ കൊട്ടാരം മാളികൊന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ഒരു ഡോങ്കി ആയിട്ടാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇഫ് യുവർ ഡോട്ടർ ഹാഡ് ടച്ച്ഡ് ദെയർ തിങ്സ് ആൻഡ് ഈറ്റൻ ഫ്രം ദം, ഹൗ വുഡ് ദ ചിൽഡ്രൻ ഓഫ് അവർ സ്ട്രീറ്റ് ഈറ്റ്? അപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഒക്കെ ആ ഒരു ഉയർന്ന കാസ്റ്റിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്, നിന്റെ മകള് ഞങ്ങളുടെ സ്ട്രീറ്റിലുള്ള കുട്ടികളുടെ സാധനങ്ങളും തൊടിയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ സ്ട്രീറ്റിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണേ? ഗോ ഓൺ ടെൽ മീ what don't you know the customs of our country? Instead of teaching those to your daughter, you have come here for justice. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ പറയാണ്, നമ്മുടെ നാട്ടിലത്തെ കസ്റ്റംസ് കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ? തൊടാൻ പാടില്ല, വേറെ കാസ്റ്റിൽപ്പെട്ടവരെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? അത് മകളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാണ്ട് നീ അവൾക്ക് നീതിക്ക് വേണ്ടി വന്നേക്കാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ. അങ്ങനെ നെക്സ്റ്റ് പോർഷൻ എന്തായി? സർ, വാട്ട് ഡസ് ദ ചൈൽഡ് നോ? ആസ്ക്ഡ് പരിപൂർണം സോറോഫുള്ളി. ഷീ ഡസ് നോട്ട് നോ that she should not take things from the children of your street. She should not be beaten for that. If they all study in one school, things like this will happen. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് എന്താ അറിയാം സാർ? ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പഠിക്കുന്ന സമയത്ത് ആ സ്ട്രീറ്റിലെ കുട്ടി ഈ സ്ട്രീറ്റിലെ കുട്ടി അങ്ങനെയൊന്നും അവർ ചിലപ്പോൾ അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യുന്നേ ഉണ്ടാവില്ല. ഒരു സ്കൂളിൽ പഠിക്കുമ്പം ഇതൊക്കെ സംഭവിക്കാം. അതിന് ആ കുട്ടീനെ തല്ലുകയാണോ വേണ്ടത് എന്ന് അമ്മ ചോദിക്കുകയാണ്. ദാറ്റ്സ് വൈ വി ഡിഡ് നോട്ട് വോണ്ട് ടു അഡ്മിറ്റ് ദ ചിൽഡ്രൻ ഓഫ് യുവർ സ്ട്രീറ്റ്. But then we took pity on them and see what problems you are creating now. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ട്രീറ്റിലത്തെ കുട്ടികളെ ഞങ്ങൾക്ക് ഇവിടേക്ക് അഡ്മിറ്റ് ചെയ്യാനേ ആഗ്രഹമില്ലാത്തത്. പക്ഷെ പാവം തോന്നിയിട്ടാണ് നിങ്ങളുടെ സ്ട്രീറ്റിലെ കുട്ടികളെ ഞങ്ങൾ ഈ സ്കൂളിൽ കയറ്റിയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ നോക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ പിള്ളേർ ഉണ്ടാക്കണതെന്ന് നോക്കിയെന്ന് ഹെഡ് മാസ്റ്റർ പറയാണ്. യു പീപ്പിൾ ഷുഡ് ബി കെപ്റ്റ് ഇൻ യുവർ പ്ലേസ്. ഇഫ് ഷീ ഡസ് നോട്ട് വോണ്ട് ടു കം ടു സ്കൂൾ, ഗെറ്റ് ഹെർ 4 piglets. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ്, നിങ്ങൾ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളുടെ പ്ലേസിൽ തന്നെ കൊണ്ടുവന്നിരുത്തിക്കോ. പറയാണ്, അവൾക്ക് ഇനിയിപ്പോൾ സ്കൂളിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട, നീ 4 പന്നിക്കുട്ടികളെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്ക്. പന്നിക്കുട്ടികളെ വാങ്ങിച്ചു കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഷീ ക്യാൻ ലുക്ക് ആഫ്റ്റർ ദം. ഇറ്റ് വുഡ് ബി ഗുഡ് ഫോർ യു ടു. നൗ ഗോ, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ മാസ്റ്റർ പറയാണ്,
പന്നിക്കുട്ടികളെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് അത് നോക്കാൻ പറ്റുമായിരിക്കും, നിനക്കും അതൊരു ഹെൽപ്പായിരിക്കും. അല്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ വേഗം പോകാൻ നോക്ക്, രാവിലെ തന്നെ ഞങ്ങളുടെ സമയം കളയാനായിട്ട് നിൽക്കല്ലേ എന്ന് പറയാണ്. സെറ്റ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ഗോട്ട് അപ്പ്. ദ അതർ ടീച്ചേഴ്സ് ഫോളോഡ് ഹിം ഔട്ട് ഓഫ് ദി ഡോർ. അതും പറഞ്ഞ് ഹെഡ് മാസ്റ്റർ നടന്നു പോയി, ബാക്കിയുള്ള ടീച്ചേഴ്സ് ആളുടെ പിന്നാലെയും പോയി. പരിപൂർണം ടുക്ക് ഹെർ ഡോട്ടേഴ്സ് ഹാൻഡ് ആൻഡ് റിട്ടേൺഡ് ഹോം. പരിപൂർണം എന്താ ചെയ്തേ, മകളുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് തിരികെ പോരുകയാണ് ചെയ്തത്. വെൻ ഷീ ടോൾഡ് ഹെർ ഹസ്ബൻഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്, he started shouting, who is he tell our children not to go to school? Is the school his father's property? അതായത് അച്ഛൻ വീട്ടിലെത്തിയിട്ട് പരിപൂർണം ഇതൊക്കെ നമ്മുടെ ചിന്നപ്പൊണ്ണുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അച്ഛൻ ചോദിച്ച കാര്യം, ആരാണ് അയാൾ, ആരാണ് ഇങ്ങനെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് ആ സ്കൂളിൽ പഠിക്കണ്ടെന്നൊക്കെ പറയാൻ, ആളുടെ അച്ഛൻ്റെ വകയാണോ സ്കൂൾ എന്നൊക്കെ ചോദിക്കാം. We have given these people too much leeway. Right down from the headmaster, all the teachers are from the other street. 1 or 2 people from our street do study and become teachers, but they can't fight these people. They are falsely implicated in something or the other and transferred. If we let them get away with it now, these thieves will ask for more. അപ്പം അച്ഛൻ പറയാണ്, അപ്പോൾ ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ മറ്റുള്ള ഉയർന്ന സ്ട്രീറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ആകെ നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് പഠിച്ച് ടീച്ചേഴ്സ് ആയിരിക്കുന്നവർ ആകെ കുറച്ച് പേര്, 1 or 2 പേര് മാത്രമാണ്. അവർക്കാണെങ്കിൽ ഈ വക ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തുകയും അവരെ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇതേപോലെ ഇവരെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ കള്ളന്മാർ ഇതിന് കൂടുതൽ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് അച്ഛൻ പറയാൻ. ആസ് ഇഫ് അവർ പീപ്പിൾ ഹാവ് ഗോട്ട് വാട്ട് ദേ വാണ്ടഡ് ഓൾ ദീസ് ഇയേഴ്സ്, സെഡ് പരിപൂർണം. നൗ യു വാണ്ട് ടു ഗോ ആൻഡ് മേക്ക് എവറിത്തിങ് ഓൾ റൈറ്റ്. ജസ്റ്റ് ടോക്ക് ടു യുവർ ഡോട്ടർ ആൻഡ് സെൻഡ് ഹെർ ടു സ്കൂൾ ഓർ ഷീ വിൽ ഡു പുവർലി. അപ്പോൾ പരിപൂർണം പറയാണ്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത്രയും വർഷമായിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോളുടെ അടുത്ത് പോയിട്ട് പറയുക, സ്കൂളിൽ പോകാനായിട്ട് പറയുക, അല്ലെങ്കിൽ അവൾ ഇതിന് മോശമാവാനാണ് സാധ്യത എന്ന് അമ്മ പറയാണ്. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, അവർ ചിൽഡ്രൻ വിൽ ബി റൂയിൻഡ് if they study with these people. Just you wait till tomorrow, I will grill them. They can't touch our children. അപ്പം അച്ഛൻ പറയാണ്, നമ്മുടെ മക്കൾ ആ പിള്ളേരെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരാണ് നശിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് നീ നാളെ വരെ വെയിറ്റ് ചെയ്യും, ഞാൻ അവരെ ഗ്രില്ല് ചെയ്യും, നമ്മുടെ പിള്ളേരെ തൊടാൻ പോലും അവർക്ക് പറ്റില്ല എന്ന് അച്ഛൻ പറയാണ് ചെയ്യുന്നത്. ഹേ calm down, you will go and say whatever you want and they will fail our daughter. Do you know how many children have been failed like that? They were all good students. Now let's drop it for now. അമ്മ പറയാണ്, നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ മോളെ തോൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ ചെന്ന് ഷൗട്ട് ചെയ്തിട്ട് അവരുടെ മക്കളെയൊക്കെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ പിള്ളേരൊക്കെ നല്ല പിള്ളേരായിരുന്നു, പക്ഷെ അവർ ആ ഒരു ദേഷ്യത്തിൽ ഫെയിലാക്കി കളയാണ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് ഇപ്പം ഈ ഒരു വട്ടത്തേക്ക് വിട്ടേക്കെന്ന് പറയാണ്. നെക്സ്റ്റ് ഡേ ദേ ടോൾഡ് ചിന്നപ്പൊണ്ണു നോട്ട് ടു ടോക്ക് ടു ദ ചിൽഡ്രൻ ഓഫ് ദിസ് അതർ സ്ട്രീറ്റ് ആൻഡ് നോട്ട് ടു ആസ്ക് ദം ഫോർ എനിത്തിങ്. ദേ ഡ്രോപ്ഡ് ഹെർ ഓഫ് അറ്റ് സ്കൂൾ. ചിന്നപ്പൊണ്ണു സാറ്റ് ഇൻ ക്ലാസ് നെർവസ്ലി. She was not happy like before and her mind was not on her lessons. She was itching to know why she must not have any contact with the children of other street. ചിന്നപ്പൊണ്ണു ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോയി അവ അച്ഛനമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള കുട്ടികളുടെ നിന്നൊന്നും വാങ്ങാനോ അവരോട് മിണ്ടാനോ ഒന്നിനും നിൽക്കണ്ട, മറ്റ് സ്ട്രീറ്റിലത്തെ പിള്ളേരുടെ അടുത്ത് ഒരു കോണ്ടാക്റ്റും വേണ്ട എന്നുള്ളത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ചിന്നപ്പൊണ്ണുവിനാണെങ്കിൽ സ്കൂളിൽ ക്ലാസ്സിൽ ഇങ്ങനെ ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്, പണ്ടത്തെ അത്രയും ഹാപ്പിനെസ് ഇല്ല, പഠിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂലാണ് ചിന്നപ്പൊണ്ണു ക്ലാസ്സിലിരിക്കുന്നത്. ഫോർ എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ദ സ്ലം വാസ് അബസ് വിത്ത് ദ ടോക്ക് അബൌട്ട് ദിസ് ഇൻസിഡൻറ്റ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഒരു ഏരിയയിൽ, സ്ലം ഏരിയയിൽ, ചേരിയിൽ ഇവർ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാനായിട്ട് തുടങ്ങി. ദ പീപ്പിൾ ഓഫ് ദി സ്ലം ഡിഡ് നോട്ട് മേക്ക് എ ബിഗ് ഹ്യൂ ആൻഡ് ക്രൈ അബൌട്ട് ദി ബിഹേവിയർ ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ദി അതർ സ്ട്രീറ്റ്, ബട്ട് ദി കുഡ് നോട്ട് ആക്സെപ്റ്റ് ദ വേ ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ദ ടീച്ചർ ട്രീറ്റഡ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ ഇവർ സംസാരിച്ചിരുന്നത് കുട്ടികൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് പോട്ടെ എന്ന് വെക്കാം, പക്ഷേ ആ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്നാണ് ആ ഒരു സ്ലമ്മിലുള്ള ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വെൻ ദേ സാറ്റ് ടുഗെദർ ഇൻ ദി ഈവനിങ്സ് എവ്രി വൺ ഡിസ്കസ് ദി മാറ്റർ. ഈവൻ ദ വിമൻ ഹു വെന്റ് ടു ദ ഫോറസ്റ്റ് ഓർ ഇൻ സെർച്ച് ഓഫ് അതർ വർക്ക്സ് വർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഭാഗത്തുള്ള എല്ലാവരും ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈവൻ ഫോറസ്റ്റിലേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകളായിക്കോട്ടെ, മറ്റു ജോലിക്ക് പോകുന്ന
ആൾക്കാരായിക്കോട്ടെ എല്ലാവരും ഈ ഒരു ടോപ്പിക്കായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. It is better to stay at home rather than study in the school. My daughter says that too. അതായത് ഒരമ്മ പറയാണ് ഈ വക സ്കൂളിൽ പോയി പഠിക്കുന്നതിനും ഭേദം പോവാതിരിക്കുന്നതാ, വീട്ടിലിരിക്കുന്നതാണ്. എൻ്റെ മോളും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. The all school is swept and cleaned by our children. Their children just come, attend the classes and go home without doing anything. അപ്പോൾ ആ ഒരു അമ്മ പറയാണ് ഇവരെ സ്കൂളിൽ തൂത്ത് വൃത്തിയാക്കുന്ന, അടിച്ച് വൃത്തിയാക്കുന്നതൊക്കെ നമ്മുടെ സ്ട്രീറ്റിലത്തെ പിള്ളേരാ. മറ്റേ സ്ട്രീറ്റിലത്തെ പിള്ളേർ ജസ്റ്റ് വരിക, പഠിക്കുക, പോവുക. അവർക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. വൈ ഷുഡ് അവർ ചിൽഡ്രൻ സ്വീപ്പ്? കാൺ ദേ റിഫ്യൂസ് ടു ഡു ഇറ്റ്? അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാ നമ്മുടെ സ്ട്രീറ്റിലെ പിള്ളേർ എന്തിനാ അവിടെയൊക്കെ അടിച്ചു വരേണ്ട ആവശ്യം, ഇവർക്കത് ചെയ്യാണ്ടിരുന്നൂടെ എന്ന് പറയാണ്. No, if they refuse to do anything, they are beaten up. When my husband went and asked them what was going on, they said that our children do a better job of it and their children don't know how to clean. അപ്പോൾ ആ ഒരു സ്ത്രീ പറയാണ്, ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേരെങ്ങാനും ചെയ്യില്ല, അടിച്ചു വാരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും. അപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ, അതായത് ഇയാളുടെ ഹസ്ബൻഡ്, ഈ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഞങ്ങളുടെ സ്ട്രീറ്റിലെ പിള്ളേർക്ക് അടിച്ചു വാരാനൊന്നും അറിയില്ല, നിങ്ങളുടെ പിള്ളേരാകുമ്പോൾ ഇതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തോളൂല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇയാൾ പറയാണ്, ഗ്രേറ്റ്, അവർ ചിൽഡ്രൻ വിൽ ക്ലീൻ അപ്പ് ആൻഡ് ദിയർ ചിൽഡ്രൻ വിൽ സ്റ്റഡി ജസ്റ്റ് as well all work hard in the forest while the other villagers enjoy life. അപ്പോൾ ഈ ഒരു അച്ഛൻ പറയാണ്, അത് വളരെ നന്നായിട്ടുണ്ടല്ലോ, നമ്മുടെ പിള്ളേർ ചെന്ന് അവിടെയൊക്കെ വൃത്തിയാക്കുക, ഈ പിള്ളേർ വന്ന് പഠിച്ചു പോവുക, അത് കൊള്ളാലോ. നമ്മൾ ഫോറസ്റ്റിൽ കിടന്ന് പണിയെടുത്തിട്ട് വില്ലേജേഴ്സൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് പോലെ തന്നെ അല്ലേ എന്ന് പറയാണ്. ബട്ട് യു നോ സിസ്റ്റർ, അവർ ബോയ്സ് ആർ ഫ്യൂമിങ്. How long can they tolerate this? We bent our backwards, but we want our children to stand tall and enjoy a good life. This desire burns like fire in everyone's heart. അപ്പോൾ പറയാണ്, നമ്മളിത് എത്ര നാൾ സഹിക്കാം, നമ്മുടെ പിള്ളേർക്ക് ഇത് എത്ര നാളെ സഹിക്കാൻ പോകുന്നത്? നമ്മൾ എന്തായാലും കുനിഞ്ഞ് അത്രയും എന്താ പറയുക ഒടിഞ്ഞ് പണിയെടുക്കുകയാണ്. നമ്മുടെ പിള്ളേരൊന്ന് നേരെ നിവർന്ന് അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു ആഗ്രഹം അവരുടെ എല്ലാവരും ഉള്ളിൽ കിടന്ന് പുകഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ, ദാറ്റ്സ് സോ ട്രൂ. There have been too many incidents. Whenever the smaller children mess up the classroom, our children are asked to clean up. They are so arrogant. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻസിഡൻസ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണേ. ഇപ്പോൾ ചെറിയ പിള്ളേർ, ആ സ്കൂളിലെ ചെറിയ പിള്ളേർ ക്ലാസ് റൂമൊക്കെ ഇങ്ങനെ മോശമാക്കി അലങ്കോലാക്കി ഇടുമ്പോഴും നമ്മുടെ സ്ട്രീറ്റിലെ പിള്ളേരെ വിളിക്കാന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. There was another incident 3 or 4 weeks later. Komalavalli, who taught class 3, had put her Pongal festival bonus in her purse but couldn't find it in the evening. പറയാണ്, വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. 2-3 ആഴ്ചയ്ക്ക് മുന്നേ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. കോമളവല്ലി എന്ന് പറഞ്ഞൊരു കുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് പൊങ്കൽ ഫെസ്റ്റിവലിന് അങ്ങനെ കൈനീട്ടൊക്കെ കിട്ടില്ല, നമ്മൾ വിഷു കൈനീട്ടൊക്കെ കിട്ടുന്നത് പോലെ പൊങ്കൽ ഫെസ്റ്റിവലിന് ബോണസ് ആയിട്ട് കിട്ടിയ പൈസ പേഴ്സിൽ വെച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോഴേക്കും അത് കാണാതെയായി. അറ്റ് വൺസ് ഓൾ ദ സ്ലം ചിൽഡ്രൻ ഇൻ ഹെർ ക്ലാസ് were detained and questioned. The authorities decided that Katari Vellukannan's son had taken the money. അപ്പോൾ പറയാണ്, അവിടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും, സ്ലമ്മിൽ നിന്ന് വന്നിരുന്ന, ആ സ്ട്രീറ്റിൽ നിന്ന് വന്നിരുന്ന എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തു. ബാക്കി കുട്ടികളൊന്നും ചോദ്യം ചെയ്തില്ല. ലോവർ കാസ്റ്റിലുള്ള അല്ലെങ്കിൽ സ്ലം ഏരിയയിൽ നിന്ന് വന്ന കുട്ടികളെ ചോദ്യം ചെയ്യാണ് ചെയ്തത്. അവരുറപ്പിച്ചു, നമ്മുടെ വേലുക്കണ്ണൻ്റെ മകനുണ്ട്, കട്ടാരി എന്നാണ് അവൻ്റെ പേര്, അവനാണ് എടുത്തതെന്ന് ഇവരെല്ലാവരും തീരുമാനിച്ചു. പക്ഷെ അവൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദേ ഡീറ്റെയിൻ ഹിം ഇൻ സ്കൂൾ ആൻഡ് ദ അതർ സ്ലം ചിൽഡ്രൻ were sent home. Word spread. Katari's mother went to the school in tears. Velukannans followed, taking the headman of their street with him. 10 or 15 important people of their area also went along. അപ്പോൾ അങ്ങനെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളിപ്പിച്ചപ്പോൾ അമ്മ പോയി, കട്ടാരിയുടെ അമ്മ സ്കൂളിലേക്ക് കരഞ്ഞുകൊണ്ട് പോയി. അച്ഛനായിട്ടുള്ള വേലുക്കണ്ണനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ സ്ട്രീറ്റിൻ്റെ ഹെഡ്മാനും കൂടെ പോയി. കുറച്ച് 10-15 പേരും പോയിട്ടുണ്ടായിരുന്നു. ദ ഹെഡ് മാസ്റ്റർ ഹാഡ് ബ്രോട്ട് ദ ഹെഡ്മാൻ ഓഫ് ഹിസ് സ്ട്രീറ്റ് ആൻഡ് 10 ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ടു. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ മറ്റേ ഉയർന്ന സ്ട്രീറ്റിൽ നിന്നുള്ള ആളാണല്ലോ, ആള് അവിടുത്തെ തലവനെയും 10 ആൾക്കാരെയും കൊണ്ട് ആളും വന്നിട്ടുണ്ടായിരുന്നു. ദ ബോയ് കട്ടാരി വാസ് ഇൻ ഷോക്ക്. ഹി ലുക്ക്ഡ് ഹെൽപ്ലെസ്. അപ്പോൾ ഈ കട്ടാരി ആണെങ്കിൽ
വളരെയധികം ഷോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്താ അവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഓപ്പൺ ദ പ്രൊസീഡിങ്സ്. ലുക്ക് വാട്ട് ദിസ് ബോയ് ഫ്രം യുവർ സ്ട്രീറ്റ് ഹാസ് ഡൺ. സച്ച് എ ലിറ്റിൽ ബോയ് ആൻഡ് ഹി ഹാസ് സ്റ്റോളൻ 3,000 rupees. അപ്പോൾ പറയാണ്, നിങ്ങളുടെ സ്ട്രീറ്റിൽ നിന്ന് വന്ന നിങ്ങളുടെ ഈ കുട്ടി എന്താ ചെയ്തതെന്ന് നോക്കിയാൽ 3,000 രൂപ. അവൻ എത്ര ചെറുതാ കാണാനായിട്ട്, എന്നിട്ട് 3,000 രൂപയാണ് അവൻ മോഷ്ടിച്ചേക്കുന്നതെന്ന് ഹെഡ് മാസ്റ്റർ പറയാണ് ചെയ്യുന്നത്. വി ക്യാൻ സെറ്റിൽ ദ മാറ്റർ ഇഫ് യു ലിസൺ ടു അവർ ഹെഡ് മാൻ ഓർ വി വിൽ ഹാവ് ടു കോൾ ദ പോലീസ്. അപ്പോൾ പറയാണ്, ഞങ്ങളുടെ ഹെഡ്മാൻ പറയുന്നത് പോലെ കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് ഹെഡ് മാസ്റ്റർ പറയാണ് ചെയ്യുന്നത്. കുട്ടിയൻ, ദ ഹെഡ്മാൻ ഓഫ് ദി സ്ലം സെഡ്, ഇഫ് ദ മണി വെന്റ് മിസ്സിംഗ് ഇൻ ക്ലാസ് 3 all the children of that class should be questioned. Why should you question all the slum children? That's not right. അപ്പോൾ നമ്മുടെ താഴ്ന്ന ഒരു സ്ലം ഏരിയയിൽ നിന്നുള്ള ഹെഡ്മാൻ പറയാണ്, അങ്ങനെ ക്ലാസ് 3 നിന്ന് ഇത്തരം പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്യണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ സ്ലം ഏരിയയിലത്തെ പിള്ളേരെ മാത്രം ചോദ്യം ചെയ്തു? അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ എന്ന് പറയാണ്. വാട്ട് ആർ യു സീയിങ്? യു വാണ്ട് അസ് ടു ക്വസ്റ്റ്യൻ ദ ചിൽഡ്രൻ ഓഫ് അവർ സ്ട്രീറ്റ്? ദ ഹെഡ്മാൻ ഓഫ് ദാറ്റ് സ്ട്രീറ്റ് വാസ് അപ്പൈൽഡ്. അതായത് അപ്പോൾ ആ ഒരു ഹെഡ്മാൻ എണീറ്റ് എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങളുടെ സ്ട്രീറ്റിൽ നിന്നുള്ള പിള്ളേരെ ചോദ്യം ചെയ്യണമെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. യെസ്, do you think your children can't steal? That only children from our street steal? asked കുട്ടിയൻ. അപ്പോൾ ആൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ സ്ട്രീറ്റിലെ പിള്ളേർക്ക് കട്ടെടുക്കാനായിട്ട് പറ്റില്ലേ? ഞങ്ങളുടെ സ്ട്രീറ്റിലെ പിള്ളേർ മാത്രമേ കട്ടെടുക്കുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഹേ, വാട്ട് ഡിഡ് യു സേ? ഹൗ ഡെയർ യു കോൾ അവർ ചിൽഡ്രൻ തീവ്സ്? ഷൗട്ടഡ് ദി ഹെഡ്മാൻ ഓഫ് ദാറ്റ് സ്ട്രീറ്റ്. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഹിറ്റ് കുട്ടിയൻ. അപ്പോൾ അവരുടെ സ്ട്രീറ്റിലെ ഹെഡ്മാൻ എണീറ്റ് എന്നിട്ട് വളരെയധികം ചൂടായിട്ട് കുട്ടീനെ തല്ലിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിള്ളേരെ കള്ളന്മാരെന്ന് വിളിക്കാൻ എത്ര ധൈര്യം വന്നു നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഡിഡ് ഹി സേ റോങ്? കൗണ്ടേർഡ് വെല്ലുക്കണ്ണൻ. You should have questioned all the children of the class. You have detained my son and called him a thief. How did you come to this conclusion? കട്ടാരിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റിയത്? എൻ്റെ മകനെ കള്ളനാക്കുക, അവന് ചോദ്യം ചെയ്യുക, കള്ളനാക്കുക, ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? Is it because of he is from the slum? വേലുക്കണ്ണൻ turned to his son. Have you stolen the money? അപ്പോൾ വേലുക്കണ്ണൻ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ മകൻ സ്ലമ്മിൽ നിന്ന് വന്നുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അങ്ങനെ മകനോട് ചോദിക്കുകയാണ്, മോനെ നീ പൈസ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നോ ഫാദർ, ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. വെൻ ഐ വെന്റ് ടു ദ ടോയ്ലറ്റ് ഐ സോ ദാറ്റ് അരവിന്ദ് ഹാഡ് എ ലോട്ട് ഓഫ് മണി വിത്ത് ഹിം. ഹി ഈവൻ ബോട്ട് എ പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ്സ് ആൻഡ് എയ്റ്റ് all of it himself. അപ്പോൾ ആ കുട്ടി പറയാണ്, അച്ഛൻ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അരവിന്ദിൻ്റെ കയ്യിൽ കുറേ പൈസ കണ്ടു. അതുമാത്രമല്ല അവൻ വലിയ ബിസ്ക്കറ്റ് പാക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയും കണ്ടു എന്ന് പറയാണ്. ലുക്ക്, ഹി സേസ് ഇറ്റ് വാസ് സം അരവിന്ദ്. ആസ് അബൌട്ട് ദാറ്റ് ബോയ്. അപ്പം അച്ഛൻ പറയണതേ, എൻ്റെ മോൻ പറഞ്ഞേട്ടെ, ഏതോ ഒരു അരവിന്ദാണ് ഇത് ചെയ്തേക്കുന്നത്, അവൻ്റെ അടുത്ത് പോയി ചോദിക്കാനായിട്ട് പറയാണ്. ദ മൊമെന്റ് വേലുക്കണ്ണൻ സെഡ് ദിസ്, ദ ഹെഡ്മാൻ ഓഫ് ദി അതർ സ്ട്രീറ്റ് സ്റ്റാർട്ടഡ് സ്ക്രീമിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്, ഹൗ ഡെയർ യു? Do you mean to say that my son stole the money? Do you think that he is like the wretched boys of the slum? Are you telling me that my son is a thief? He got up and started hitting വേലുക്കണ്ണൻ. അപ്പോൾ ഈ അരവിന്ദ് എന്ന് പറയുന്ന കുട്ടി മറ്റേ സ്ട്രീറ്റിലെ ഹെഡ്മാൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ അടുത്തെന്നാണ് പറയുന്നത്, എത്ര ധൈര്യം വന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞ് വേലുക്കണ്ണനെ തല്ലാണ് ചെയ്തത് കേട്ടോ. കട്ടാരി ran and hugged his father and started crying. Meanwhile, a teacher came to the headmaster and said something to him. അപ്പോൾ ഈ സമയത്ത് കട്ടാരി അച്ഛനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു, അച്ഛനെ തല്ലുന്നത് കണ്ടപ്പോൾ. ആ സമയത്ത് ഒരു ടീച്ചർ വന്ന് ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു കാര്യം പറഞ്ഞു. അറ്റ് വൺസ് ദ ഹെഡ് മാസ്റ്റർ ടോൾഡ് ദ ഹെഡ്മാൻ ഓഫ് ഹിസ് സ്ട്രീറ്റ്, ലെറ്റ് ദം ബി. Why should you beat a dog and earn the burden of sin? Why did you want to deal with them at all? Just touch these people and they will make trouble. These people are not like they used to be. Let them be. അപ്പോൾ പറയാണ്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിന് ഈ ആളെയൊക്കെ തല്ലിയിട്ട് അതിൻ്റെ ശാപമൊക്കെ നമ്മൾ എന്തിനാ വാങ്ങാൻ നിൽക്കണം? ഈ പട്ടീനെയൊക്കെ തല്ലിയിട്ട് അതിൻ്റെ ശാപം എന്തിനാ നമ്മൾ വാങ്ങാൻ നിൽക്കണം? അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരിനി തൊട്ട് നമ്മൾ മോശമാവാൻ നിൽക്കണ്ടെന്ന് ഒരാൾ വന്നിട്ട്, ആ ഒരു ഹെഡ് മാസ്റ്റർ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഹെഡ്മാൻ്റെ അടുത്ത് പറയാണ് ചെയ്യുന്നത്. വൈ ഷുഡ് ഐ? ഡിഡ് യു ഹിയർ വാട്ട് ഹീ സെഡ്? നീ ഇത് കേട്ടില്ലേ? അവൻ എന്താ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഹെഡ്മാൻ. ഹിസ് വേർഡ്സ് വോണ്ട് ഹേർട്ട് യു. ഹിയർ യു ടേക്ക് യുവർ സൺ ആൻഡ് ഗോ എവേ. ലെറ്റ്സ് ഡ്രോപ്പ് ഇറ്റ്. ദ ടീച്ചർ ഹാസ് ഗോട്ട് ദ മണി ബാക്ക്. ലക്ലി നോ വൺ ഇസ് ബ്ലെയിംഡ്, സെഡ് ദ ഹെഡ് മാസ്റ്റർ ഈസിലി. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ്, പൈസ കിട്ടി, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും പിരിഞ്ഞു പോകും, ഇനി ഇതൊരു പ്രശ്നമാക്കാൻ നിൽക്കണ്ടെന്ന് ഹെഡ് മാസ്റ്റർ വളരെ സിമ്പിളായിട്ട് പറയാണ് ചെയ്തത്.
At that, Velukanan's anger knew no bounds. He spat on the floor with all his might. He picked up his son Katari, put him on his shoulder and marched away. അപ്പോൾ ഇതുള്ള ദേഷ്യം മുഴുവൻ ഇതായിക്കൊണ്ട്, കാരണം ഇവരുടെ ഒരു കാര്യമില്ലാതെയല്ലേ ഇപ്പോൾ കട്ടാരീനെ കുറ്റപ്പെടുത്തിയിരുന്നതും തല്ലി ഇതൊക്കെ പൈസ തിരിച്ചു കിട്ടിയില്ലേ, ആ രവിൻ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതിനുവേണ്ടി ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ വളരെ ആഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ആ ഒരു ഫ്ലോറിൽ തുപ്പിക്കൊണ്ട് തൻ്റെ മകനെ കട്ടാരീനെ എടുത്ത് ഷോൾഡറിൽ വെച്ചുകൊണ്ട് നടന്നു പോവാണ് വേലുക്കണ്ണൻ ചെയ്തത്. കുട്ടിയൻ ആൻഡ് അതർ ഫോളോഡ്. അപ്പോൾ അവിടുത്തെ ഹെഡ്മാൻ, ഇവരുടെ കൂടെ വന്ന ഹെഡ്മാനും ആൾക്കാരും ഇവരുടെ കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രാൻസ്ലേറ്റഡ് ഫ്രം തമിഴ് സ്റ്റോറി എല്ലാക്കാരം ബൈ സരസ രാജ്ഗോപാൽ ആൻഡ് ആന്തര ദേവ്സൻ. ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത, തമിഴിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. വളരെ ചെറിയ സ്റ്റോറി ആയിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലെങ്ത് കൂടി വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായില്ലെങ്കിൽ പിന്നെ കാര്യം ഉണ്ടാവില്ല മക്കൾ, ആൻസർ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഷോർട്ടസ്റ്റ് എസ്സേ ഒക്കെ, അതാണ് ഈ സ്റ്റോറീസിൻ്റെ പ്രത്യേകത. അപ്പോൾ പോയേക്കാണെന്ന് പിന്നെ സമ്മറൈസ് ചെയ്ത് പഠിച്ചാൽ മതി എന്ന് വിചാരിക്കാം. പക്ഷെ കഥയൊക്കെ ആകുമ്പം എല്ലാ ഇൻസിഡൻസും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനും പഠിക്കാനും പറ്റില്ല. അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ സ്റ്റോറി കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വായിച്ച് പോയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു എന്ന് എനിക്കറിയില്ല, ബബ്ബ വന്നു എന്നറിയില്ല ഇടയ്ക്ക്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. സ്പീഡ് ഞാൻ പറഞ്ഞു പോകുമ്പോൾ, ഞാൻ തൃശ്ശൂരാണ്, അപ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലാണ് എൻ്റെ സംസാരത്തിന്. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് അത് ശ്രദ്ധിക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് വൻ ബോറടി ഇരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.